സ്റ്റാർ ഓഫ് ദി ഷോ, എന്റർടൈനർ ഓഫ് ദി ഷോ, ദി മാൻ ഓഫ് ടാലൻസ്, ദി ഐക്കൺ ഓഫ് ബിഗ് ബോസ് സീസൺ 7 മലയാളം എന്ന അക്ഷരം തെറ്റാതെ നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന നെവിൻ കപ്രീഷ്യസ് അംബ്രോസിനെ കുറിച്ചാണ്. നെവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങും. അതിനകത്ത് ഉള്ളു തുറന്ന് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള നെവിൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് നിങ്ങൾക്ക് പറയാനുണ്ടോ? നെവിൻ ക്രിയേറ്റ് ചെയ്തതല്ലാത്തൊരു മൊമെന്റ്, അവന്റെ നടത്തം, വർത്തമാനം, ഹെയർ സ്റ്റൈൽ, ആ മുടിയൊക്കെ 2 സൈഡിലേക്ക് കെട്ടിയിട്ടൊരു ഓട്ടം ഓടുന്നില്ലേ, ചുമ്മാ ലൈഫ് ടൈം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഹ്യൂമർ. ഹി ഹിംസെൽഫ് ഈസ് ആൻ എന്റർടൈൻമെന്റ്. നെവിൻ എന്റർടൈൻമെന്റ് ഉണ്ടാക്കുന്നതല്ല, നെവിൻ ഈസ് എന്റർടൈൻമെന്റ്. നെവിൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണ് എന്നയാൾ വളരെയധികം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സ്ത്രൈണഭാവങ്ങളുള്ള പുരുഷൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷവും അയാൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആക്രമണങ്ങളുണ്ട്. നമ്മുടെ സൊസൈറ്റി ഇന്നും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാളുടെ അടുത്ത് വാദിച്ച് ജയിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലാവുമ്പോൾ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതും അയാളുടെ ജെൻഡർ ഐഡന്റിറ്റിയാണ്. പക്ഷെ അയാൾ ഒരിക്കലും അതിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടോ അതിന്റെ പേരിൽ സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും ആ കാർഡിറക്കി കളിച്ചിട്ടില്ല. ഷാനവാസ് പറഞ്ഞില്ലേ, നെവിനെ പോലെ കുറേ ആൾക്കാരെ ബസ് സ്റ്റാൻഡിലും ലോഡ്ജിലും ഒക്കെ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഷാനവാസിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, ഷാനവാസിനെ പോലെ കുറേ ആൾക്കാർ അയാളെ ആക്രമിക്കുന്നതൊക്കെ നെവിൻ ഒരുപാട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഷാനവാസ് ഡീൽ ചെയ്തതിൻ്റെ ഇരട്ടി